ഇത് ഇത്ര സിമ്പിളായിരുന്നോ? അതെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നാച്ചുറലി കാർബണേറ്റ് ആയിട്ടുള്ള പ്രോബയോട്ടിക് ഡ്രിങ്ക് ആയിട്ടുള്ള ബിർസ് ഉണ്ടാക്കാം. ലോകത്ത് പലയിടങ്ങളിലും ഫെർമെൻറ്റഡ് ഡ്രിങ്കുകളുണ്ട്. ജപ്പാൻകാരുടെ കൊമ്പൂച്ച ആവട്ടെ, മെക്സിക്കോയുടെ ടെപ്പാച്ച ആവട്ടെ, ഇതിപ്പം എത്യോപ്യക്കാരുടെ ബിർസാണ്. ഏതൊരു ഫെർമെൻറ്റഡ് ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഷുഗർ ആഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മളിവിടെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള തേനാണ് ആഡ് ചെയ്യണത്. ഇത് നിങ്ങൾക്ക് കുടിക്കാനുള്ളതല്ല, ഇതിൽ നമ്മൾ കണ്ടുവരുന്ന ഈസ്റ്റിനും ബാക്ടീരിയാസിനും തിന്നാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു ഫെർമെൻറ്റഡ് ഡ്രിങ്ക് ആയതുകൊണ്ടും ഈ മൈക്രോ ഓർഗാനിസംസിന് മൂവ് ചെയ്യാൻ വേണ്ടി ഒരു മീഡിയം വേണ്ടതുകൊണ്ടും നമ്മൾ ഇതിലേക്ക് ഫിൽട്ടർ വാട്ടറാണ് ആഡ് ചെയ്യണത്. ബിർസിൽ ഈ രണ്ടേ ഇൻഗ്രീഡിയൻസ് മതി. കൊമ്പൂച്ചയിൽ എക്സ്റ്റേണൽ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതിനെ വിളിക്കുന്ന പേര് സ്കോബി എന്നാണ്. ഇനി ടെപ്പാച്ചയിലാണെങ്കിലോ നമ്മുടെ പൈനാപ്പിളിൻ്റെ തൊലിയിൽ കാണുന്ന നാച്ചുറലി വൈൽഡ് ആയിട്ടുള്ള ഈസ്റ്റും ബാക്ടീരിയസ് ആണ് ഫെർമെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ അൺപ്രോസസ്ഡ് ഹണിയാണ്. ഈ ഹണി തന്നെ കാണും ഇവന്മാർ. കണക്കനുസരിച്ച് 3 ഞാൻ 7 ദിവസം എടുത്തിട്ടാണ് എൻ്റെ ഈ ഡ്രിങ്ക് ഫെർമെൻ്റ് ആയത്. ഫെർമെൻറ്റേഷന് വേണ്ടി ഇതുപോലെ കെട്ടി ഞാൻ നേരെ സൂര്യപ്രകാശം കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് ഉണ്ടായത്. എത്യോപ്യയിൽ ഇതിന് സിമിലറായ മറ്റൊരു ഡ്രിങ്ക് ഉണ്ട്. അതിൻ്റെ പേര് തേജ് എന്നാണ്. കൂടുതൽ ദിവസം ഫെർമെൻറ്റ് ചെയ്ത് അതിൽ എക്സ്റ്റേണൽ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത്. ഇതുപോലെ യൂറോപ്പിലൊരു ഡ്രിങ്ക് ഉണ്ട്. അതിൻ്റെ പേര് മീറ്റ് എന്നാണ്. ഇപ്പറഞ്ഞ 2 ഡ്രിങ്കുകളും ഫെർമെൻറ്റഡ് ഡ്രിങ്കുകളല്ല, ഒരു ആൽക്കഹോളിക് ഡ്രിങ്കാണ്. എന്തെന്നായാലും 7 ദിവസം കഴിഞ്ഞ് ഞാൻ എടുത്ത ഈ ഡ്രിങ്കിലേക്ക് ഞാൻ എക്സ്റ്റേണൽ പാഷൻ ഫ്രൂട്ട് ആഡ് ചെയ്യുകയുണ്ടായി. നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പ്യുവർ ഹണി ബിർസും ഒരു പാഷൻ ഫ്രൂട്ട് ഫ്ലേവേർഡ് ബിർസും ഞാൻ ഉണ്ടാക്കി. 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്കൊരു ഫെർമെൻറ്റഡ് ഡ്രിങ്ക് വീട്ടിലുണ്ടാക്കാം. എങ്കിലും ഒരു ചോദ്യം ബാക്കിയുണ്ട്. വെള്ളവും തേനും വെച്ച് മാത്രം ഫെർമെൻ്റ് ആവുകയാണെങ്കിൽ ഈ തേൻ എന്താ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഫെർമെൻ്റ് ആവാത്തത്? ഒന്ന് ചിന്തിച്ച് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.